പുട്ടിന് നനയ്ക്കൽ ഒരു ബാലികേറാമലയാണ് പലർക്കും. പലർക്കും പുട്ടുണ്ടാക്കാൻ ഇഷ്ടമാണ്, പുട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ നനയ്ക്കുന്നത് ഓർക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പുട്ടിനെ നനയ്ക്കുക എന്നാണേ പറയുന്നത്. ആ ഒരു കാര്യം ഓർക്കുമ്പോൾ വേണ്ട, പറ്റില്ല എന്നുള്ള ചിന്തയാണ്. ദേ ഞാൻ പുട്ടിന് കുഴച്ചതാണ് ഇത്. അപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവാം, ദൈവമേ ഇത് കൊണ്ട് ഇനി എന്ത് ചെയ്യും? ചപ്പാത്തി ഉണ്ടാക്കുമോ? ഒരിക്കലുമല്ല. ഞാൻ പുട്ടിന് നനയ്ക്കുന്ന രീതി ഇതാണ്. കാണുന്നവർക്ക് ഒരുപക്ഷെ അതിശയമായിട്ട് തോന്നാം. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാൻ മറക്കരുത്. നമ്മൾ മിക്സിയിൽ കറക്കിയോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമല്ല. ആ നിങ്ങൾ നേരത്തെ കണ്ട പുട്ടിന് നനച്ചതും കൂടെ ആ പുട്ടുപൊടിയും കൊണ്ട് ഉണ്ടാക്കിയ പുട്ടാണ് ഇത്. നല്ല സോഫ്റ്റ് ആണ്, നല്ല പൊലിപ്പുണ്ട്. പൊലിപ്പെന്ന് വെച്ചാൽ ഇത്തിരി കൂടുതൽ പൊടി കിട്ടുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഗോതമ്പ് പൊടിയിൽ ഇത് പറ്റില്ല. അരിപ്പൊടി ഇത് ചമ്പാപ്പുട്ടിന്റെ പൊടിയാണ്. അതുപോലെ പുന്നല്ലിന്റെ പുഞ്ചപ്പുട്ടുണ്ടല്ലോ അതിനകത്ത് പറ്റും. റവയ്ക്കകത്തും ഈ മെത്തേഡ് പറ്റും. നമ്മുടെ ഗോതമ്പ് പൊടിയിൽ യാതൊരു കാരണവശാലും പറ്റില്ല. അപ്പൊ ഞാനൊരു അളവ് വെച്ച് ഞങ്ങളുടെ വീട്ടിൽ എടുക്കുന്നതാണേ. ഈ തവിക്ക് 2 തവി ചമ്പാപ്പുട്ടുപൊടി എടുക്കും. അതുപോലെ തന്നെ റാഗിയുടെ പൊടി. ഇത് ഈ പൊടികളെല്ലാം നമ്മൾ ഇവിടെ നിന്നും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ചപ്പുട്ടുപൊടി, ചമ്പാപ്പുട്ടുപൊടി, റാഗിപ്പൊടി, ഇതൊക്കെ പലർക്കും അറിയായിരിക്കുമല്ലോ. ഞാൻ നാടൻ സാധനങ്ങളും അച്ചാറുകളും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഉൾപ്പെട്ട സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പൊ റാഗിപ്പൊടിയും 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലും എടുക്കാം കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല. നമ്മുടെ ഇഷ്ടമനുസരിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. ഈ പൊടികളെല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഗോതമ്പ് പൊടിക്കകത്ത് ഈ മെത്തേഡ് ട്രൈ ചെയ്യരുത്. ഞാൻ ചെയ്തിട്ടില്ല, അത് ചപ്പാത്തിയായി പോവും ഉറപ്പാണ്. അപ്പൊ ഈ ബാക്കിയുള്ള അരിപ്പൊടികളിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ കേട്ടോ, കൂടാതെ റവയ്ക്കകത്തും. അപ്പൊ മിക്സ് ചെയ്തു, നടുക്കൊരു കുഴിയൊക്കെ കുഴിച്ചു. അപ്പൊ ഞാൻ ഇതിന് വെള്ളം അളവെടുത്തിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ബാക്കി അല്ലാതെ എനിക്ക് കൈക്കണക്കാണ് കേട്ടോ. നമ്മുടെ ചായ ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് 1 ഗ്ലാസും 1/4 ഗ്ലാസും കൂടാണ് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത്. അപ്പൊ വലത്തെ കൈ കൊണ്ട് എന്താണ് എടുത്തിരിക്കുന്നതെന്ന് ചിന്തിക്കും. ഇടത്തെ കൈ കൊണ്ട് വെച്ചാൽ ക്യാമറയ്ക്ക് അത് കവറാവും. അതും കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ദാ ഇതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. കാണുന്നവർക്ക് ചിന്തിച്ചേക്കാം വട്ടാണോന്ന്. സത്യമായിട്ടും നിങ്ങൾ പേടിയുള്ളവർ, പുട്ടിനെ നനയ്ക്കാൻ പേടിയുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. ഈ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഈ പൊടി റെഡി ആവാനായിട്ട്. നിങ്ങൾ ടൈമർ വെച്ചൊന്ന് നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ. കാരണം എത്രയോ മിനിറ്റുകളാണ് പുട്ടിനെ നനയ്ക്കാൻ പലരും എടുക്കുന്നത്. കുറേശ്ശെ ഞാനും ആദ്യം അങ്ങനെയായിരുന്നു. കുറച്ച് വെള്ളം ഒഴിക്കും, മിക്സ് ചെയ്യും, വീണ്ടും കൈ കൊണ്ട് തളിച്ചു കൊടുക്കും, മിക്സ് ചെയ്യും. അത്ര സമയമാ പോന്നെ. ഇത് 1 മിനിറ്റ് പോലും എടുത്തില്ല. നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി സിമെന്റുകൾ കുഴയ്ക്കുന്നവണൊക്കെ അങ്ങോട്ട് കുഴച്ചു. എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ചിരട്ടപ്പുട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുക്കറിൽ വെള്ളം വെച്ചു. അതിനുശേഷം തേങ്ങ ചിരകി. ഇത്രയും സമയം കൊണ്ട് ഇത് ഇവിടെ ഇരുന്ന് ദാ ഈ പരുവമായിട്ടുണ്ട്. പ്രത്യേകിച്ചും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ കണ്ടോ, നമ്മൾ ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല ഭസ്മം പോലുള്ള പൊടിയായിരിക്കും കിട്ടുന്നത്. അതായത് ഈ അരിപ്പൊടിയും ആ റാഗിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളം മൊത്തവും കുടിച്ച് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാര് ഒന്ന് കമന്റ് ചെയ്യണം. ഞാൻ ഇപ്പൊ ഒരുമാതിരിപ്പെട്ട നമ്മൾ എല്ലാവരും റെഫർ ചെയ്യാൻ ഇപ്പൊ യൂട്യൂബ് ഒക്കെ ആണല്ലോ നോക്കുന്നത്. ഞാൻ പല വീഡിയോകളും നോക്കി, ആരും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. എനിക്കൊരു സംശയം, ഞാൻ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒന്ന് കമന്റ് ഇടാൻ മറക്കരുത്. എനിക്ക് തോന്നുന്നു പഴയ എക്സ്പീരിയൻസ് ഉള്ള വീട്ടമ്മമാരെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ടാകാം. ഇതൊരിക്കൽ എനിക്ക് അബദ്ധം പറ്റിയപ്പോൾ അതിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട ഒരു പാഠമാണ് കേട്ടോ. കാരണം ഇത്തിരി വെള്ളം കൂടിപ്പോയി, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവിടെ അടച്ചു വെച്ചേച്ച് എന്റെ വേറെ പണിക്ക് പോയി. അതിനുശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല പരുവമായിട്ട് കിട്ടി. അതിൽ നിന്ന് ഉൾക്കൊണ്ട പഠിച്ച ഒരു സംഭവമാണിത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്നേലൊന്നേ തൊടാതെ പൊടി കിടക്കുന്നത്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു അബദ്ധത്തിൽ നിന്നും കിട്ടിയ ഒരു റെസിപ്പിയാണിത്. അതിനുശേഷം നമുക്ക് നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ചിരട്ടയിൽ തേങ്ങ വെക്കാം. തേങ്ങ എവിടെയൊക്കെ വെക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാൻ അടിഭാഗത്ത് മാത്രമേ വെക്കാറുള്ളൂ. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ചിരട്ടപ്പുട്ടാണ്, അതിനകത്തേക്ക് ഇട്ട് പുട്ട് കുക്കറിൽ വെക്കുക, ആവി വരുമ്പോൾ എടുക്കുക, കഴിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും പൊടിയിൽ നിന്നും എനിക്ക് കിട്ടിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അത് നിറച്ച് നന്നായിട്ട് വെക്കും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും. അപ്പൊ ആ 2 കുറ്റി, ഞങ്ങൾക്ക് 2 പേർക്ക് 2 കുറ്റി, പ്ലസ് വൈകിട്ട് മുക്കാക്കുറ്റി. അപ്പൊ ഒരു 3.5 കുറ്റി പുട്ടിനുള്ളത് ഇത്രയും പൊടിയിൽ നിന്നും കിട്ടി. എനിക്ക് കുറച്ച് വലുത് കൂടുതൽ കിട്ടുന്നതായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അളവ്.
അപ്പൊ നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്തു നോക്ക് കേട്ടോ. അപ്പോ അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ. ഉടനെ അടുത്ത ഒരു വീഡിയോയുമായി വരാം. ബൈ. ഗോഡ് ബ്ലസ് യു.